സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയൊരു മാതൃകയാവുകയാണ് കോഴിക്കോട് ചെറുവാടിയിലെ ഒരു മനുഷ്യൻ. 16 വർഷമായി കേരളത്തിൽ താമസിക്കുന്ന ഒഡീഷ സ്വദേശിക്ക് സ്വന്തമായി വീട് വെക്കാൻ 4 സെന്റ് ഭൂമി സൗജന്യമായി നൽകി ഒരു പ്രവാസി മലയാളി. കോഴിക്കോട് ചെറുവാടി സ്വദേശിയായ വ്യവസായി സിദ്ദിഖാണ് ഈ സ്നേഹ സമ്മാനത്തിന് പിന്നിൽ. സ്നേഹത്തിന് അതിരുകളില്ല എന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട്ടുകാരനായ സിദ്ദിഖ്. ഒഡീഷയിൽ നിന്നും 16 വർഷം മുൻപ് കേരളത്തിലേക്ക് വണ്ടി കയറിയതാണ് ബിബാച്ച കുസ്ലിയ എന്ന ബിനു. പിന്നീട് കേരളം ബിനുവിന് സ്വന്തം നാടായി മാറി. കൊടിയത്തൂർ സ്വദേശിനിയെ വിവാഹം കഴിച്ച് 4 മക്കളുമായി അടച്ചുറപ്പില്ലാത്ത വാടക വീടുകളിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഈ കുടുംബം. സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിൽ അപേക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ദുരവസ്ഥ സാമൂഹിക പ്രവർത്തകനായ ചെറുവാടി സ്വദേശി സിദ്ദിഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചെറുവാടിയിലുള്ള തന്റെ 4 സെന്റ് ഭൂമി ബിനുവിന് വീട് വെക്കാനായി സിദ്ദിഖ് സൗജന്യമായി വിട്ടു നൽകി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വേറൊരു സ്റ്റേറ്റിലുള്ള ഒരാളാവുക, ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരാളാവുക, വർഗീയതയ്ക്ക് വല്ലാതെ പ്രചോദനം അങ്ങനെ കുത്തി പൊക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഞാനൊന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ട നന്മയുണ്ട്, അറിയാതെ ചെയ്യേണ്ട നന്മയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നാലും അതിൽ കുറച്ച് ബാലൻസ് ഒപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കാരണം ഒരു 80% അറിയാതെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നത്. ഇനി ബാക്കിയുള്ളത് പൂർത്തീകരിക്കണം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിലേക്ക് വഴി തുറന്ന സിദ്ദിഖിനോട് നന്ദി പറയാൻ ബിനുവിനും കുടുംബത്തിനും വാക്കുകളില്ല. വളരെ സന്തോഷമുണ്ട്. ഇതിന് നമ്മളെ കുറേ കഷ്ടപ്പാടായിട്ട് 16 വർഷമായി ഇവിടെ താമസിച്ചിട്ട് 16 വർഷം വരെ വാടക വീട്ടിലുണ്ടായിന്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്തത് സിദ്ദിഖ് സാറിനാണ്. അപ്പോൾ സിദ്ദിഖ് സാറ് ഇത് 4 സെന്റ് സ്ഥലം തന്നെ, അതിന് വളരെ സന്തോഷം. മറുനാട്ടിൽ നിന്ന് ജീവിതമാർഗം തേടി കേരളത്തിലേക്ക് എത്തിയ ബിനുവിനെ തണലേകിയ സിദ്ദിഖ് ചെറുവാടി ഗ്രാമത്തിനാകെ അഭിമാനമാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് തത്സമയം. അഞ്ജന, ഈ സ്നേഹത്തിനും നന്മയ്ക്കുമൊന്നും അങ്ങനെ നാടോ അല്ലെങ്കിൽ ഭാഷയോ ജാതിയോ മതമോ അതിനൊന്നും ഒരു തടസ്സമാകില്ല എന്ന് തെളിയിക്കുന്ന ഒരു സ്നേഹത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ പ്രവാസി വ്യവസായിയും നന്മ മനസ്സിന്റെ ഉടമയുമായിട്ടുള്ള സിദ്ദീഖ് പറയുന്ന ആ വാക്കുകൾ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം പതിയുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ വർഗീയ പ്രചാരണങ്ങളൊക്കെ ഏറെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ അതിനെ ഒന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന്. ആ വാക്കുകൾ തന്നെയാണ് ഏറെ സന്തോഷം നൽകുന്നതും എല്ലാവരും മാതൃകയാക്കേണ്ടതും. അദ്ദേഹം തീർച്ചയായും ബിബാച്ചു കുസ്ലിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒഡീഷ സ്വദേശിയാണ്. ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ട് മുന്നാണ് അദ്ദേഹത്തിന്റെ നാട് ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വന്നതിന്റെ സാധ്യത, ഇവിടെ ജോലി സാധ്യതയുണ്ട്, അത് ജോലി ചെയ്ത് പണം സമ്പാദിക്കാം, വീട് നോക്കാം എന്നുള്ള ഒരു ആശയമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒഡീഷ വിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് ചേക്കേറുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ വേറെയും ആളുകളുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലേക്ക് അദ്ദേഹത്തെ തുടരാനായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രചോദനം നൽകിയതെന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യർ തന്നെയാണ്. ഇവിടുത്തെ സാഹോദര്യം, നന്മ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ ഈ കാലയളവ് കൊണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അവിടെ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. പിന്നെ ഇവിടുന്ന് തന്നെ കല്യാണം കഴിച്ച് കുടുംബമായി. പക്ഷേ 4 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇവിടെ മറ്റ് ജീവിതമാർഗം എന്നോണം ചെറിയ ജോലികളൊക്കെ ചെയ്ത് അദ്ദേഹം പോവുകയായിരുന്നു. പക്ഷെ വീടുണ്ടായിരുന്നില്ല, ഒരു വാടക വീടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വന്തമായൊരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അടച്ചുറപ്പുള്ള, സുരക്ഷിതത്വം നൽകുന്ന നല്ലൊരു വീട്. പക്ഷേ അത് ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന് സ്ഥലം സ്വന്തമായി വേണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സ്ഥലമില്ല. ഈ 4 സെന്റ് പോയിട്ട് 1 സെന്റ് പോലും വാങ്ങാനുള്ളൊരു പണം അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവിധ സർക്കാർ പദ്ധതികളിലൊക്കെ അപേക്ഷിച്ചെങ്കിലും ആ അപേക്ഷകളൊക്കെ തന്നെയും തള്ളിപ്പോവുകയായിരുന്നു. ഇവരുടെ ഈ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന, ഇവർ നേരിട്ട് അറിയാവുന്ന ഒരു അധ്യാപികയുണ്ട്, സോഫിയ. അദ്ദേഹം ഇവരുടെ ഈ കഷ്ടപ്പാട് കാരുണ്യ പ്രവർത്തകനായ സിദ്ദിഖിന്റെ അടുത്ത് പറയുകയായിരുന്നു. ഇതറിഞ്ഞ പാടെ സിദ്ദിഖ് നേരിട്ട് ബിനുവിനെ കാണാനെത്തി ഈ വീടിന്റെ സാഹചര്യവും അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യവും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയായിരുന്നു. പ്രവാസിയാണ് അദ്ദേഹം, അതോടൊപ്പം തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. നേരത്തെയും ഇതുപോലെ ഒരുപാട് ആളുകൾക്ക്, സ്ഥലമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം ഇതുപോലെ വിട്ടു നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 60-ലേറെ ആളുകൾക്കാണ് അദ്ദേഹം ഇതുപോലെ സ്ഥലം നൽകി സഹായിച്ചിട്ടുള്ളത്. ഒരു സാന്ത്വന ഭവന പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയും അദ്ദേഹം സ്വന്തമായി നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ പണം വെച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു വഴിയിലൂടെ അതും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അദ്ദേഹം മൂലം
സന്തോഷം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വളരെ അധികം നല്ല പോലെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും അദ്ദേഹം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യം. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ഭൂസ്വത്താണ് അത്. 4 സെന്റ് അദ്ദേഹത്തിന് ബിനുവിന് വിട്ട് നൽകുകയായിരുന്നു. 4 സെന്റ് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം ഭൂമി ഇക്കാലത്ത് മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ ആർക്കും വലിയ മനസ്സൊന്നും ഉണ്ടാകില്ല. പക്ഷെ ഇവിടെ ആ വലിയ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപേ ജോലി തേടി നമ്മുടെ നാട്ടിലേക്ക് വന്നു, നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾക്കുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചു. പിന്നെ നമ്മളല്ലാതെ മറ്റാരാണല്ലേ ചേർത്ത് പിടിക്കേണ്ടത്?